നമസ്കാരം. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പൊട്ടിത്തെറികളാണ് CPM-ൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും കൊല്ലം കരുനാഗപ്പള്ളിയിലുമൊക്കെ നമ്മളിത് കണ്ടതാണ്. എങ്ങോട്ടാണ് സാർ ഈ CPM-ന്റെ പോക്ക്? കാരണം സാധാരണക്കാരായ അണികൾ പോലും അസംതൃപ്തരാണ് എന്നുള്ളതിൻ്റെ സൂചനകൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ സാധാരണക്കാർ അസംതൃപ്തരായിരിക്കുന്ന സൂചനകൾ ഇപ്പോഴല്ല കാണുന്നത്. സാധാരണക്കാർ പതിറ്റാണ്ടുകളായിട്ട് തന്നെ അസംതൃപ്തരാണ്. പക്ഷേ ആ അസംതൃപ്തി അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നെപ്പോലെയൊക്കെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ നാളുകളായി ഈ പാർട്ടിയുടെ പിന്നെ ജീർണതയെക്കുറിച്ചും വിഭാഗീയതയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഞങ്ങളെ അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായിരുന്നു എന്നത് ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ CPM-ൽ ഇപ്പം നടക്കുന്നത് വിഭാഗീയത എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. വിഭാഗീയത ഒന്നും അല്ല CPM-ൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പച്ചയായ ജീർണതയാണ്. ജീർണിച്ച് ചീഞ്ഞ് നാറി പുഴുക്കുകയാണ്. ആ പുഴുക്കലിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഭാഗീയത എന്നൊക്കെ പറഞ്ഞാൽ വിഭാഗീയതയ്ക്ക് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും നയത്തിൻ്റെയൊക്കെ അടിത്തറയുണ്ട്. അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള നയപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു പാർട്ടി ആയിരുന്നു CPM. പക്ഷേ അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര നയപരമായിട്ടുള്ള ചർച്ചകളൊക്കെ യഥാർത്ഥത്തിൽ 2005 അല്ലെങ്കിൽ ഒരുപക്ഷെ 2005 അല്ലെങ്കിൽ 2013 അവസാനിച്ചു എന്ന് പറയേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. 2005 എന്ന് ഞാൻ പറഞ്ഞത് 2005 മലപ്പുറം സമ്മേളനത്തോടുകൂടിയാണ് പിണറായി വിജയൻ ഈ പാർട്ടി പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ അന്ന് ഈ പാർട്ടിയിലെ പ്രത്യയശാസ്ത്ര ചർച്ചകൾ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ 2013 VS അച്യുതാനന്ദൻ്റെ പിന്മാറ്റത്തോടു കൂടി ഇത് പൂർണ്ണമായി അവസാനിച്ചു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ CPM-ലുള്ള ഈ വിഭാഗീയതയും ജീർണതയും ഈ വിഭാഗീയതയിൽ നിന്ന് ജീർണതയിലേക്ക് ഈ പാർട്ടി വഴുതി വീണത് 2005 എന്ന് ഞാൻ പറയുമ്പോൾ 2005 CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്ടർ ഷെഡായി. 2005 ഈ പാർട്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് പിടിച്ചെടുക്കുന്നത്. അയാൾ 1998 സംസ്ഥാന സെക്രട്ടറി ആയെങ്കിലും 2005 യഥാർത്ഥത്തിൽ ഈ പാർട്ടി അയാൾ പിടിച്ചെടുക്കുകയും ഈ പാർട്ടിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം അയാൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഈ പ്രത്യയശാസ്ത്ര ചർച്ചകൾ അവസാനിച്ചു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ 2013 VS അച്യുതാനന്ദൻ്റെ പിന്മാറ്റത്തോടുകൂടി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 2005 മുതൽ 2013 വരെ VS അച്യുതാനന്ദൻ സജീവമായി ഉണ്ടായിരുന്നത് കൊണ്ട് പ്രത്യയശാസ്ത്ര ചർച്ചകൾ വേണേൽ തുടർന്നു എന്ന് നമുക്കിവിടെ പറയാം. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ നശിപ്പിക്കാനുള്ള ഈ വർഗ സഹകരണത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള വർഗ സമരത്തിൻ്റെ പ്രത്യയശാസ്ത്രം, ആ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിൽ 2005 2013 ഏറ്റുമുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ 2013 ശേഷം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ തിരോധാനത്തിന് ശേഷം നമ്മൾ കാണുന്ന ആ ഒരു ഘട്ടത്തിൽ വിഭാഗീയത പൂർണ്ണമായും അവസാനിച്ചു എന്നാണല്ലോ അന്ന് പറഞ്ഞത്. ശരിയാണ്, വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചു. വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം VS അച്യുതാനന്ദൻ്റെ തിരോധാനമായി. പക്ഷേ വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചുവെങ്കിൽ ജീർണത സമ്പൂർണമായി പാർട്ടിയെ ഗ്രസിച്ചു 2013. ആ 2013 മുതൽ ഇപ്പോൾ 2024 11 വർഷക്കാലമായി CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ നമ്മൾ കാണുന്നത് വിഭാഗീയതയല്ല, ജീർണതയാണ്. ഈ പാർട്ടി പുഴുത്ത് ചീർത്ത് ചീഞ്ഞ് നാറി പുഴുവരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രതിഫലനം എന്താണ്? ഇതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കരുനാഗപ്പള്ളിയിൽ കണ്ടത്. CPM പോലൊരു കേഡർ പാർട്ടിയിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം, അതൊന്നും CPM-ന്റെ ചരിത്രത്തിൽ നമുക്ക് ഇതുവരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇപ്പോൾ 2006 നമ്മൾ CPM-ൽ നടക്കാത്ത ചില കാര്യങ്ങൾ കണ്ടു. ജനങ്ങളുടെ പ്രകടനം, VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം കൊടുക്കും, അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ 1964 ശേഷം ഒരുപക്ഷെ
ഇന്നേ വരെ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പാർട്ടി അണികൾ പൂട്ടിയിടുന്നു എന്ന് മാത്രമല്ല അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണുപിടിയൽ. അല്ല, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് പാർട്ടി ഇന്ന് പെണ്ണുപിടിയന്മാരുടെയും കള്ളന്മാരുടെയും സങ്കേതമായിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ CPM-കാർ ശരിക്കും ബൂർഷ്വാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അവർ പരിഹസിക്കുന്നത് കോൺഗ്രസിനെയാണ്. പക്ഷേ ആ കോൺഗ്രസിൽ പോലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിൽ പോലും അവരുടെ KPCC അംഗങ്ങളെ പൂട്ടിയിടുന്ന സംഭവം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിൽ പോലും സ്ത്രീകൾ പരസ്യമായി വന്ന് കള്ളുടിയന്മാരുടെയും പെണ്ണുടിയന്മാരുടെയും പാർട്ടിയാണിതെന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ പോലും സ്ത്രീകൾ വന്നിട്ട് പറയുന്നതാണ് അമീറുൽ ഇസ്ലാം അല്ലെ, മറ്റേ ജിഷ വധക്കേസിലെ പ്രതി, അയാൾ മാറി ഗോവിന്ദചാമി സെക്രട്ടറിയായി വന്ന പോലെയാണ് എന്നാണ് പറഞ്ഞത്. അവിടെ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാൾ മാറി, സലാം എന്ന് പറഞ്ഞ ആൾ അവിടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സലാം സെക്രട്ടറി ആയി പറഞ്ഞെന്താണ് അമീറുൽ ഇസ്ലാമിന് പകരം ഗോവിന്ദചാമി വന്നു. അപ്പം CPM-ന്റെ പാർട്ടി ഓഫീസിലേക്ക് CPM-ന്റെ തന്നെ അണികൾ ജാഥ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ ഇതുപോലെ ജാഥകളൊക്കെ നടക്കുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി ഓഫീസിലേക്കും ഒക്കെയാണ് നമ്മൾ കണ്ടത്. സ്വന്തം പാർട്ടി ഓഫീസിലേക്ക് സ്വന്തം പാർട്ടി നേതാക്കന്മാർ പെണ്ണുപിടിയന്മാരും കള്ളന്മാരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടക്കുകയാണ്. അതാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. കൊഴിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ പാലക്കാട് നടന്നത് എന്താണ്? 300 പാർട്ടി അംഗങ്ങളുള്ളതിൽ 280 പാർട്ടി അംഗങ്ങളും ഇവിടെ വിമത കൺവെൻഷൻ കൂടുകയാണ്. 35 പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളുള്ളതിൽ 28 ബ്രാഞ്ച് സെക്രട്ടറിമാർ ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഒരു പഞ്ചായത്ത്, കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനതൊരു വീഡിയോ ചെയ്ത് ഒരു ഗ്രാമം മുഴുവൻ വിമതരാകുന്നു എന്ന് പറഞ്ഞു. അവർ പതേ സമാന്തര പാർട്ടി ഓഫീസ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. EMS സെൻറ്റർ എന്നാണ് ആ പാർട്ടി ഓഫീസിൻ്റെ പേര്. അത് കൊഴിഞ്ഞാമ്പാറയിൽ നടക്കുന്നു. തിരുവല്ലയിൽ എന്താണ് നടന്നത്? തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഭാഗീയത എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജീർണത അവിടെ നടക്കുന്നു. തിരുവനന്തപുരത്ത് മംഗലാപുരത്ത് എന്താ നടന്നത്? 14 വർഷം 8 വർഷക്കാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും 6 വർഷക്കാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ആൾ ഈ പാർട്ടി വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ജീർണത, ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ട്. ആര്? സംസ്ഥാന സെക്രട്ടറി. അസംബന്ധമല്ലേ? ശരിക്കും കാസർഗോഡ് പോലെ നമ്മൾ ഇങ്ങോട്ട് നോക്കൂ. പയ്യന്നൂര് വലിയ തോതിലുള്ള തർക്കങ്ങളും ജീർണതയും അവിടെ നടന്നതല്ലേ. കോഴിക്കോട് നമ്മൾ വന്നാൽ കോഴിക്കോട് എളമരം കരീമും പി മോഹനുമൊക്കെ കൈക്കൂലി മേടിച്ച സ്വകാര്യ സ്ഥാപനങ്ങളുടെ പേര് പോലും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് മാസം ഒന്ന് കഴിഞ്ഞു. ഒരു പ്രതികരണവും തിരിച്ചില്ല. പാലക്കാടത്തെ കാര്യം ഞാൻ പറഞ്ഞു. എറണാകുളത്ത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ജീർണം നിലനിൽക്കുന്ന സ്ഥലമാണ് എറണാകുളം. ആലപ്പുഴയിലെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട. ജീസുവാരനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പത്തനംതിട്ടയിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ സമ്മേളനത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഏരിയ സെക്രട്ടറി അവിടെ തീരുമാനിക്കുന്നത്. ഇടുക്കിയുടെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. തൃശ്ശൂരാണെങ്കിൽ അഴിമതിയുടെ, ഇപ്പോൾ കരുവന്നൂർ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അഴിമതിയുടെ കൂടാണ്. കൊല്ലത്തത് നമ്മളിപ്പോൾ കണ്ടു, തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, എല്ലാ ജില്ലകളിലെയും ഈ പാർട്ടിയെ ജീർണത, അതിൻ്റെ ഈ മുടി മുതൽ ഈ കാലിലെ നഖം വരെ ജീർണത ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇത് കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടു പോയി കഴിഞ്ഞു. അല്ല, ഇതിൽ സാർ പ്രസക്തമായ മറ്റൊരു കാര്യം, അതായത് സാധാരണക്കാരായ അണികൾക്ക് പോലും ഈ കമ്മ്യൂണിസ്റ്റ് കപടത ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അവർക്കും ഇനിയൊരു തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ ഇവരൊന്നും വോട്ട്, ഈ പറയുന്ന രീതിയിലുള്ള വോട്ട് ഒഴുക്കൊന്നും CPM-ലേക്ക് ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ വോട്ട് വിഭജിക്കപ്പെട്ടു പോകും. അത് കുറേ BJP-യിലേക്ക് പോകും, കുറേ CPM കോൺഗ്രസിലേക്ക് പോകും. പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്കി വരുന്ന കുറേ വോട്ടുകൾ കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി CPM-ന് ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞേക്കും. അല്ല, അങ്ങനെയൊക്കെയുള്ളൊരു സംഭാഷണങ്ങളുണ്ട്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചേലക്കരയിൽ CPM-നുണ്ടായിരുന്ന 39,000-ൻ്റെ ഭൂരിപക്ഷം 12,000-ആയിട്ട് കുറഞ്ഞു. അവിടെ നമ്മളെടുത്ത് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് CPM-ന് കിട്ടുമായിരുന്ന ഏതൊരു 10,000-ഓളം വോട്ടുകൾ UDF-ലേക്കല്ല പോയിരിക്കുന്നത്, BJP-ലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ സാധാരണക്കാരനായിട്ടുള്ളൊരു BJP സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ CPM-ൽ നിന്ന് ചോരുന്ന വോട്ട് BJP-ലേക്കല്ല പോകേണ്ടത്, മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള UDF-ലേക്കാണ് പോകേണ്ടത്. UDF-ന് അത്തരത്തിലുള്ളൊരു വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഒരു 10,000-ത്തിനടുത്ത് വോട്ട്
അങ്ങോട്ട് പോയി BJP-യിലേക്ക് പോയി. ഏതാണ്ട് ഒരു 10,000 വോട്ട് UDF-നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ LDF വിരുദ്ധ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ബാക്കി വന്ന വോട്ടുകൾ പിടിച്ച് CPM അവിടെ ജയിച്ചു എന്നുള്ളതാണ്. കുറേ വോട്ട് അൻവർ 3,000-4,000 വോട്ട് അൻവറിൻ്റെ ആളുകൾ കൊണ്ട്. അപ്പോൾ ആത്യന്തികമായി എന്താ സംഭവിക്കുന്നത്? CPM വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. അത് നാളത്തെ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കാം. ഒരു CPM-ൽ ഒരു സെറ്റ് വോട്ട് 1% വോട്ട് BJP-യിലേക്ക് പോകും. CPM-ൽ നിന്ന് വരുന്ന 1% വോട്ട് കോൺഗ്രസിലേക്ക് പോകും. CPM-ൻ്റെ 1% വോട്ട് ചിലപ്പം വോട്ട് ചെയ്യാതെ പോകും. പക്ഷേ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ബാക്കി വരുന്ന വോട്ടുകൾ ഒരു പക്ഷേ നാളെ ഇതേ സംവിധാനത്തെ തന്നെ തിരിച്ചു കൊണ്ടിരുന്നൊരു നിലയിലേക്ക് വന്നാൽ പോലും അത്ഭുതമില്ല എന്നുള്ള ഒരു അപകടാവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടാണ്. സാധാരണഗതിയിൽ ഇത്രയേറെ നെറികെട്ട, ഇത്രയേറെ പൂത്തു ചീഞ്ഞ് നാറി പുഴുവരിച്ച ഒരു ഭരണം വരുമ്പോൾ ആ ഭരണത്തിൻ്റെ 100% അതിന് ജീർണതര നേട്ടവും ഉണ്ടാകേണ്ടത് അതാത് കാലത്തെ പ്രതിപക്ഷത്തിനാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നോൺ എൻറ്റിറ്റിയായി ഇന്ന് ഇവിടെ മാറിയിരിക്കുന്നു. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഏറ്റവും അവസാനമുണ്ടായ ഈ നവീൻ ബാബുവിൻ്റെ വിഷയം. നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് 32 വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ പ്രതിപക്ഷത്തിൽ ചെയ്തത്. അതിൽ 2-3 വീഡിയോ വിളിച്ച് ബാക്കിയെല്ലാം ഒരു 10,000-ന് മുകളിൽ ഒരു 1 ലക്ഷം 1.5 ലക്ഷം വരെയാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണ്? ഞാൻ വെറും ഒരു വ്യക്തി മാത്രമാണ്, ഒരു പൗരൻ മാത്രമാണ്. എനിക്ക് പാർട്ടിയുടെ പിന്തുണയില്ല, എനിക്ക് ഗ്രൂപ്പിൻ്റെ പിന്തുണയില്ല, എനിക്ക് പണത്തിൻ്റെ പിന്തുണയില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ പോലും ചെയ്ത ഇത്രയും വീഡിയോകൾ ഇത്രയധികം ആളുകൾ കാണുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ വരിയുടയ്ക്കപ്പെടാത്തൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരൊറ്റ വിഷയം മതി ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ. പക്ഷേ ഇവിടുത്തെ ഗതികേടെന്ന് പറയുന്നത് ഇവിടെ ഇതൊന്നും മുതലെടുക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ പ്രതിപക്ഷത്തിൽ നിന്നുള്ള ഒരു ഭാഗം വോട്ടാണ് BJP-യിലേക്ക് പോകുന്നത്. BJP-യും വലിയ ജനവിരുദ്ധ സമരമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവരും ഇതുപോലെ തന്നെ കൂട്ടിക്കൊടുപ്പും ഈ പറഞ്ഞ പോലെ ഒത്തുതീർപ്പാണ് അവരുടെ പരിപാടി. പക്ഷേ ഇടതുപക്ഷത്തോടുള്ള എതിർപ്പിൻ്റെ ഒരു ഭാഗം BJP-യിലേക്ക് പോകും, ഒരു ഭാഗം വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പം ബാക്കിയുള്ള ഭാഗം കൊണ്ട് ഇടതുപക്ഷം വരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ വന്നാലുള്ള അവസ്ഥ കേരള രാഷ്ട്രീയം ഇന്ന്, കേരളത്തിലെ പൊതുമണ്ഡലം അല്ലെങ്കിൽ രാഷ്ട്രീയം ഇന്ന് ആവശ്യപ്പെടുന്നത് എന്താ? ഈ വോട്ടുകൾ, അതായത് ഇടതുപക്ഷത്തിൻ്റെ ജീർണതയിൽ അതൃപ്തരായിട്ടുള്ള ലക്ഷക്കണക്കിന് സാധാരണ ആളുകളുടെ വോട്ടുകളുണ്ട്. സാധാരണ ആളുകൾ, ആ സാധാരണ ആളുകളുടെ വോട്ടുകൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന, ആ സാധാരണ ആളുകളുടെ വോട്ടുകൾ ലഭിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം, അതായത് ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി അംഗങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യുദയകാംക്ഷികൾ, അനുഭാവികൾ, അവരുടെ എല്ലാം ലക്ഷക്കണക്കിന് വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. ആ സംവിധാനം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, വിട്ടുവീഴ്ചയില്ലാത്ത, ഇംഗ്ലീഷ് പറഞ്ഞാൽ അൺകോംപ്രമൈസിങ്ങും അണ്ടർലൈനിങ്ങുമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടായാൽ ആ സംവിധാനത്തിന് കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും വരെ വലിയ തോതിൽ വോട്ട് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ജനങ്ങൾ കുറേ പേര് കോൺഗ്രസിനും കുറേ പേര് BJP-ക്കും വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ ശക്തമായ പ്രതിപക്ഷമായതുകൊണ്ടല്ല, CPM-നോടുള്ള വിമർശനവും പ്രതിഷേധവും കൊണ്ടാണ്. അപ്പോൾ ഒരു വശത്ത് അതൃപ്തരായിട്ടുള്ള CPM അണികളുടെയും അനുഭാവികളുടെയും വോട്ടുകൾ വാങ്ങിക്കുകയും മറുവശത്ത് അതൃപ്തരായിട്ടുള്ള കോൺഗ്രസിൻ്റെയും BJP-യുടെയും വലിയ തോതിൽ വോട്ട് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ നിലവിൽ വരണം. അങ്ങനെ നിലവിൽ വരണമെങ്കിൽ എന്തുണ്ടാവണം? ആ സംവിധാനം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സംവിധാനമാണ്. അവരെ നമുക്ക് വിശ്വസിക്കാം. അവരിപ്പോൾ അഴിമതിക്കെതിരായിട്ട് നിലപാടെടുക്കുന്നു പറഞ്ഞാൽ അവർ നിലപാടെടുക്കും എന്ന് തോന്നിക്കുന്ന, വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന, ഒത്തുതീർപ്പില്ലാതെ പ്രവർത്തിക്കുന്ന
ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എന്ന് തോന്നുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിൽ വന്നാൽ ഒരു സംശയവും വേണ്ട, ആ സംവിധാനത്തിന് ഇവിടെ അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ അത് എത്രത്തോളം വരും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലെ ഫലം ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. അല്ല, അങ്ങനെ ഒരു സംവിധാനമാണല്ലോ മുമ്പ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിലൂടെ വന്നത്, അധികാരത്തിൽ ഡൽഹിയിൽ വന്നത്. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര പേരെ കേരളത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയും? ജനങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്? ഇപ്പോൾ ഉണ്ടാവാം. ഇതിനകത്തുള്ള പ്രത്യേകം ചില ഒന്ന്, ഇത് നിലവിൽ വരും എന്ന് ഡൽഹി കണ്ടു. കാരണം ഡൽഹിയിൽ BJPയും കോൺഗ്രസ് ആയിരുന്നു 60 വർഷക്കാലം അധികാരത്തിൽ. അത് മാറി ഇപ്പം 3 പ്രാവശ്യം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി, 4 തവണ മുഖ്യമന്ത്രി ആയാലും അത്ഭുതമില്ല എന്നുള്ളൊരു നിലയിലാണ് അവിടെ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സംവിധാനം വരുമ്പോൾ ആ സംവിധാനത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന അരഡസം പേരൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ആളെ മാത്രം കണ്ടുകൊണ്ടാണ് അവിടെ അത് വന്നത്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ വരുന്നയാൾ ഒരാളായാലും 6 പേരായാലും അയാളിൽ പൊതുമണ്ഡലത്തിനും ജനങ്ങൾക്കും വിശ്വാസമുണ്ടാവണം. അതാണ് അതിനകത്തെ പോയിന്റ്. അപ്പോൾ അച്യുതാനന്ദൻ ഒരാൾ മാത്രമായിരുന്നു, പക്ഷേ അച്യുതാനന്ദനിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വിശ്വാസ്യത, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രെഡിബിലിറ്റി, അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും വിശ്വാസമില്ല, കോൺഗ്രസിനും വിശ്വാസമില്ല, CPM-നും വിശ്വാസമില്ല, BJPയും വിശ്വാസമില്ല. അതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇപ്പോൾ വലിയ തോതിലൊരു പെസിമിസം, രാഷ്ട്രീയക്കാരനെ കൂടുതൽ. അപ്പം സ്വാഭാവികമായും ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ കഴിയുന്ന 6 പേര് വരണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ഒരാൾ വന്നാലും മതിയാവും. അതാരാണ് എന്നുള്ളത്, അതെപ്പോൾ വരും എന്ന് ഉള്ളത്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ മാത്രമേ ഇതിനകത്ത് സ്ഥായിയായൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അപകടം ഇപ്പോഴും പതിയിരിപ്പുണ്ട് എന്നുള്ള വസ്തുത അത്രയും മാത്രമേ നമുക്കിപ്പോൾ വിശകലനത്തിൽ പറയാൻ കഴിയും. എന്തായാലും കമ്മ്യൂണിസം നിലനിന്നിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഒടുവിൽ സഹികെട്ട സാധാരണക്കാരായ അണികൾ തന്നെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. അവരുടെ അമർഷം നേതാക്കളെ പൂട്ടിയിടലുമായി പോലും എന്തായാലും കമ്മ്യൂണിസം നിലനിന്നിരുന്ന എല്ലായിടങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. നേതാക്കളെ പൂട്ടിയിടുന്ന അണികളുടെ അമർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് കമ്മ്യൂണിസത്തിന്റെ തകർച്ച സൂചിപ്പിക്കുന്നതാണ്. ഇതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം തന്നെ ചിന്തിക്കണം. എന്തായാലും ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിലെ പൊതുജനങ്ങൾക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക.